blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ഓരോ എപ്പിസോഡും കേൾക്കുന്ന വചന ശുശ്രൂഷ, മിറക്കിൾസ് ടുഡേ, ബൈബിൾ ആൻഡ് യു, ഇതെല്ലാം എല്ലാവർക്കും അനുഗ്രഹമായി തീരുന്നു എന്ന് ഉള്ളിൽ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ്. ഇതിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയും അനേകരെ സ്പർശിക്കുകയും വിവിധ വിടുതലുകളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കർത്താവ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് ചേർന്ന് പ്രാർത്ഥിക്കാം. ചെന്നൈയിൽ നിന്നുള്ള ബെഞ്ചമിൻ ജെയിംസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ തൻ്റെ ഭാര്യ സെലിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് അന്നെൻ്റെ മകളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, സെലിൻ്റെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് പൂർണ്ണമായും സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മകൻ നൈജിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 12th ബോർഡ് എക്സാമിൽ ഏറ്റവും നല്ല ഒരു റിസൾട്ട് കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ആൻഡ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ സെലിൻ. അതോട് ചേർന്ന് നമുക്ക് വെണ്ണലയിൽ നിന്നുള്ള രാജനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കാം. അവർക്ക് കർത്താവെ ഒരു ഭവനം വാങ്ങുവാനും സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ ആ ഭവനത്തിൽ വന്ന് നിറയേണ്ടതിനുമായി ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ, ബിസിനസ്സിലുള്ള എല്ലാ പ്രോബ്ലംസും മാറിപ്പോകട്ടെ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള യോഹന്നാൻ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ഒരു പ്രോപ്പർട്ടിയും വീടും വാങ്ങുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, യോഹന്നാൻ്റെ സാലറിയിൽ ഒരു വർധനവുണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ തനിക്ക് ഹെവി വെഹിക്കിൾ ലൈസൻസ് ലഭിക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയും. നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള റസൽ രാജിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഫാദറിലോ കർത്താവെ പൂർണ്ണമായി മദ്യപാനത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതിന് ശേഷമുള്ള വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മുഴു കുടുംബത്തിനുമായി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ആരോഗ്യവും അതുപോലെ രോഗങ്ങളിൽ നിന്നുള്ള പരിപൂർണമായ സൗഖ്യം കർത്താവ് കുടുംബങ്ങളിൽ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് episode. God bless you all. ശ്വാസൻ്റെ അരിയിൽ നിൽക്കുന്ന ബ്രദറിൻ്റെ പേര് ജോൺ എന്നാണ്. തൻ്റെ തൊട്ടരിൽ നിൽക്കുന്ന തൻ്റെ ഭാര്യ സിനി, കയ്യിലിരിക്കുന്ന കുഞ്ഞ്. ഇവർ പറഞ്ഞത് ഇവരുടെ വിവാഹം 2010 കഴിഞ്ഞത്. അതിനുശേഷം ഈ മകൾ പ്രഗ്നൻ്റായതിന് ശേഷം 3-ാമത്തെ മാസത്തിൽ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒത്തിരി വല്ലാതെ മനോവേദനയിലെല്ലാം ഇരിക്കുകയായിരുന്നു. ഈ സിസ്റ്റർ ഒരു നഴ്സായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ ഹൈദരാബാദിലാണ് താമസിക്കുന്നത്. അവിടെ വെച്ച് തൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവർക്ക് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ തൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ബ്ലെസ്സിങ് ടുഡേ കാണാൻ തുടങ്ങിയത്. കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയിലായിരുന്നു രണ്ടുപേരും. അങ്ങനെ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ കാണാൻ തുടങ്ങി. അതിനിടയിൽ ഇവർ പറയുന്നത് ഇങ്ങനെയാണ്: 2012 ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ ഒരു ദിവസം നമ്മുടെ
ബ്രദർ ഡാമിൻ ഇങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് യേശു കർത്താവ് കുഞ്ഞുങ്ങളെ നൽകുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ ഭർത്താവും ഭാര്യയും നമ്മുടെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ചെയ്തത്, ഡാമിയൻ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ TV സ്ക്രീനിലേക്ക് നോക്കിയിട്ട് കൈകൾ രണ്ടും ഒരുമിച്ച് കോർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ദൈവമേ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത് സംഭവിക്കുന്നത് 2012 ഓഗസ്റ്റ് മാസത്തിലാണ്. ഹൈദരാബാദ് വെച്ച് നമ്മുടെ ബ്ലെസ്സിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ പ്രാർത്ഥിച്ചത്. കർത്താവ് ഈ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, മക്കൾ ദൈവത്തിൻ്റെ ദാനം. പക്ഷേ ഇവരുടെ കണ്ണുനീരോടുകൂടിയുള്ള ബ്ലെസ്സിലൂടെ കണ്ടുകൊണ്ടുള്ള ഡാമിയൻ ബ്രദറിനോട് ചേർന്നുള്ള പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചെയ്ത അത്ഭുതമെന്ന് പറയുന്ന പിറ്റേ മാസം തന്നെ ഈ മകൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇവർ നാട്ടിലേക്ക് വന്നതിന് ശേഷം 5-ാം മാസത്തിൽ ഈ മകൾക്ക് കുഞ്ഞുദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ടായി. ആ സമയത്ത് ഇവർ ബ്ലെസ്സിംഗ് ടുഡേ പ്രയർ ലൈനിൽ വിളിക്കുകയും അതിൽ നിന്നൊരു വിടുതൽ ലഭിച്ചു. ഇന്ന് കർത്താവ് ചെയ്തത്, നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞിൻ്റെ സ്ഥാനത്ത് മനോഹരമായ ഒരു പെൺകുഞ്ഞിനെ ഇവർക്ക് നൽകി. 7 മാസം പ്രായമുണ്ട്. കുഞ്ഞിനെ ഇട്ടേക്കുന്ന പേരെന്ന് പറയുന്നത് ആലിൻ്റെ എന്ന് പേരിട്ട ദൈവം നൽകിയ ആ ഒരു കുഞ്ഞുമായിട്ടാണ് ഇന്ന് ഷെമാ സിസ്റ്ററിൻ്റെ തൊട്ടരികിൽ നിന്ന് സാക്ഷ്യം ഇന്ന് തൃശ്ശൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പറയുന്നത്. ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? കുഞ്ഞിന്റെ പേരെന്താണ്? ആൻലിൻഡ. ഓക്കെ. ഇപ്പൊ എത്ര മാസമായി? 7 മാസമായി. പ്രഗ്നൻസി പീരീഡിൽ ആ പ്രാർത്ഥനയോടുകൂടെ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെയാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. മാതാപിതാക്കളുടെ നേരെ ഒന്ന് കൈകൾ നീട്ടി, കുഞ്ഞിൻ്റെ നേരെ ഒന്ന് കൈകൾ നീട്ടി ഒന്ന് അനുഗ്രഹിച്ച് നമ്മുടെ ഈ തൃശ്ശൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്നിട്ടുള്ള നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ആലിൻ്റെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. അങ്ങ് കൊടുത്ത ദാനമാണ്, എല്ലാ നന്മകളാലും നിറച്ച് മാനിക്കണമേ കർത്താവെ. മാതാവിനെയും അനുഗ്രഹിക്കുന്ന കുഞ്ഞിൻ്റെ പിതാവിനെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്ന എല്ലാ നന്മകളാലും നിറച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ചേർന്ന് ഒരു ആമേൻ പറയാമോ? ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ മകൻ്റെ പേര് ദേവൻ. മകന് 14 വയസ്സുണ്ട്. ഈ മകന് 7 വയസ്സായ സമയത്ത് ഒരു അലർജി ബാധിച്ച് തുമ്മൽ ആരംഭിച്ചു. ഈ മകൻ പറഞ്ഞത്, എന്ത് മണം അടിച്ചാലും ഉടനെ തന്നെ ഈ കുഞ്ഞ് തുമ്മാൻ തുടങ്ങും. വീട്ടിൽ കറി ഉണ്ടാക്കുന്ന സ്മെല്ല് കേട്ട് ഉടനെ തുമ്മാൻ തുടങ്ങും. വീട്ടിൽ ആരെങ്കിലുമൊക്കെ സ്പ്രേ ഉപയോഗിച്ച് തുമ്മാൻ തുടങ്ങും. ഫാൻ ഇട്ടിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. ഇതുപോലെ വളരെ സിവിയർ ആയിട്ടുള്ളൊരു തുമ്മലാണ് ഈ കുഞ്ഞിനുണ്ടായിരുന്നത്. ഏകദേശം കുറേ അധികം വർഷം ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചു. അതുപോലെ തന്നെ 2 വർഷത്തോളം ആയുർവേദ മരുന്നുകൾ കഴിച്ചു. കുഞ്ഞ് പറഞ്ഞത് ഒട്ടും കുറവില്ല. ആയുർവേദ മരുന്ന് കഴിച്ചപ്പോൾ ഈ കുഞ്ഞ് അസാധാരണമായിട്ട് വണ്ണം വെക്കാൻ തുടങ്ങി. അതോടുകൂടി തന്നെ 2 വർഷം കഴിച്ചതിന് ശേഷം ഒത്തിരി വണ്ണം വെച്ചപ്പോൾ ആ മരുന്ന് നിർത്തി. ഈ മരുന്ന് കഴിച്ചിട്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ഈ മകൻ പറഞ്ഞത്, കഴിഞ്ഞ ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ചയിൽ TV പ്രോഗ്രാമിലൂടെ ബ്രദർ ഇങ്ങനെ അലർജി രോഗം സൗഖ്യമാകുന്നു, ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അലർജികൾ സൗഖ്യമാകട്ടെ. ഈ കുഞ്ഞ് വിശ്വാസത്തോടെ സ്ക്രീനിന് നേരെ നോക്കി പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞത്, പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടിയിട്ടാണ് അത് ബ്രദർ പറഞ്ഞത്, ഞാൻ സൗഖ്യമാകുകയാണെന്ന് ആ മകൻ വിശ്വസിച്ചെന്നാണ് പറയുന്നത്. ഈ മകൻ അത് കഴിഞ്ഞിട്ട് 2-3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ മകൻ പതുക്കെ അമ്മ സ്പ്രേ അടിച്ച സമയത്ത് അവന് സ്മെല്ല് ചെയ്യാൻ പറ്റി, പക്ഷേ തുമ്മലൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് ഈ കുഞ്ഞ് തിരിച്ചറിഞ്ഞത്, അന്നത്തെ ആ പ്രാർത്ഥനയിൽ കർത്താവ് തന്നെ സൗഖ്യമാക്കി. ആ മകൻ പറഞ്ഞത്, ഇപ്പോൾ രാത്രിയിൽ ഫാൻ ഇട്ട് കിടന്നാൽ യാതൊരു പ്രശ്നവുമില്ല. ഇത്രയും വർഷം തുടർച്ചയായിട്ട് ഇതുപോലെ ചെറിയ സ്മെല്ല് പോലും ആ കുഞ്ഞിന് വളരെയധികം തുമ്മലുണ്ടാക്കുമായിരുന്നു. പക്ഷെ കർത്താവ് അത്ഭുതകരമായിട്ട് ആ മകനെ സൗഖ്യമാക്കി. ഈ അങ്കിള് പറഞ്ഞ, ഈ ചേട്ടൻ പറഞ്ഞെല്ലാം ശരിയാണോ മോനെ? ഇപ്പൊ തുമ്മുന്നില്ല? ഇല്ല. ഫാൻ ഇട്ട് കിടന്നാൽ കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. ഇപ്പൊ എത്ര നാളായി വ്യത്യാസം വന്നിട്ട്? ഒരാഴ്ചയായി ഈ വ്യത്യാസം ശരീരത്തിൽ കാണുകയാണ്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ മകനെ കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടേതായ എല്ലാ നന്മകളാലും ദാനങ്ങളാലും കർത്താവ് നിറച്ചതിനായി നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ബൈബിൾ പഠിക്കുമ്പോൾ ദൈവത്തെ
ദൈവത്തിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ യേശുവിൽ നിന്ന് അകന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞ ചിലരെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇന്ന് നാം കേൾക്കുന്നത്. നമുക്ക് ആധാരമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 54 മുതൽ 62 വരെയുള്ള വേദഭാഗങ്ങൾ. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണിത്. പത്രോസ്, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു വേദഭാഗമാണിത്. ഗെത്സമന തോട്ടത്തിൽ യേശുവും ശിഷ്യന്മാരും പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ യേശുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും അവർ 3 പേരും യേശുവിൻ്റെ കൂടെ നിന്നെങ്കിലും ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. ഉറക്കത്തിനിടയിൽ ഇതാ പെട്ടെന്ന് പടയാളികൾ വന്നു, യേശുവിനെ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകുന്നു. ആ കൂട്ടത്തിൽ പത്രോസും യേശുവിൻ്റെ പുറകെ തന്നെ പോയി. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം എന്താണ്? 54-ാമത്തെ വേദവചനത്തിൽ അവർ അദ്ദേഹത്തെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് കുറെ അകലെയായി പിന്നാലെ ചെന്നു. എന്താണത്? അകലെയായി, പറയാമോ? അകലെയായി പിന്നാലെ ചെന്നു. പത്രോസിനെ നോക്കൂ. പത്രോസ് യേശുവിനെ അനുഗമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പത്രോസ് യേശുവിനെ അനുഗമിച്ചിട്ടുണ്ട്. എന്നാൽ പത്രോസിന് സംഭവിച്ചിരിക്കുന്ന ഭവിഷ്യത്ത് ഇതാണ്: അകലെയായിട്ടാണ് യേശുവിനെ പത്രോസ് അനുഗമിച്ചിരിക്കുന്നത്. പലപ്പോഴും ആളുകളുടെ പ്രത്യേകത ഇതാണ്. യേശുവിനെ അനുഗമിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ഒരു അകലം വിട്ടാണ് യേശുവിനെ അനുഗമിക്കാറുള്ളത്. കാരണം എല്ലാ കാര്യത്തിനും ഒന്നും ഭക്തിയുടെ പുറകെ പോയാൽ കാര്യമില്ല, കുറച്ചൊക്കെ ഒരു അകലം പാലിച്ച് മാത്രമേ നാം ജീവിക്കാവൂ എന്നൊക്കെ കരുതുകൊണ്ട് ഒരു അകലം വിട്ടാണ് പലപ്പോഴും മനുഷ്യർ ദൈവത്തെ കാണുന്നത്, ദൈവത്തിന്റെ പുറകെ പോകുന്നതും. അതിനു മുൻപ് പത്രോസിന്റെ ജീവിതം നോക്കിയാൽ പത്രോസ് യേശുവിനോട് പറയുന്നത്, യേശുവേ, നിന്നോടുകൂടെ മരിക്കുവാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ പത്രോസാണ് ഇപ്പോൾ യേശുവിനെ അകലം വിട്ട് അനുഗമിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുന്ന മനുഷ്യർ ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞു കഴിയുമ്പോൾ അവർ യേശുവിനെ വിട്ട് അകലം വിട്ട് സഞ്ചരിക്കുന്നത്? ഒന്നാമതായിട്ട് അവരുടെ ജീവിതത്തിൽ ദൈവത്തെ കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ യേശുവിൽ തന്നെ കേന്ദ്രീകൃതമായ ജീവിതമില്ലാത്തത് കൊണ്ടാണത്. എല്ലായ്പ്പോഴും നമ്മുടെ ലക്ഷ്യം യേശുവായിരിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഒരു പ്രയാസം, നിങ്ങളുടെ ഒരു വിഷമം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയം ഇന്നിവിടെ ബ്രദർ ഡാമിനോടൊന്ന് പറയാം എന്ന് കരുതിയിട്ടായിരിക്കാം നിങ്ങളിവിടെ വന്നു ചേർന്നിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥ സത്യം മനസ്സിലാക്കുക, യേശുവാണ് നിങ്ങളുടെ പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരകൻ. യേശുവിനോട് നിങ്ങളത് പറയുമ്പോഴാണ് നിങ്ങളുടെ പ്രശ്നത്തിന് യഥാർത്ഥത്തിൽ പരിപൂർണമായ പരിഹാരമുണ്ടാകുന്നത്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? അതുകൊണ്ട് യേശുവിൽ തന്നെയായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. സ്വർഗീയമായ കാര്യങ്ങൾ, യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നാം സമയമെടുക്കണം. വല്ലപ്പോഴും ഒക്കെയാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യമായിരിക്കും തൃശ്ശൂരിലൊക്കെ ഇതുപോലൊരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുന്നത്. അപ്പോൾ മാത്രം യേശുവിനെ ഓർത്തിട്ട് കാര്യമില്ല. രാവിലെ 7 മണിക്ക് മാത്രമല്ല യേശുവിനെ ഓർക്കേണ്ടത്. ജീവിതത്തിന്റെ ദിവസത്തിന്റെ 24 മണിക്കൂറും യേശുവിനെ കുറിച്ച് ഓർക്കുകയും യേശുവിനോട് സംസാരിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നാം അവനോട് ചേർന്ന് നടക്കുന്നവരായി തീരുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും യേശുവിനോട് ചേർന്ന് നടക്കണം. പലർക്കും യേശുവിനോട് ചേർന്ന് നടക്കാനുള്ള ബുദ്ധിമുട്ട് ഈ ലോകത്തിന്റെ ചില മോഹങ്ങളാണ്, ഈ ലോകത്തിന്റെ ചില ആഗ്രഹങ്ങളാണ്. ചില ആളുകൾ ഇരുവഞ്ചിയിൽ കാലുവെക്കുന്നത് പോലെയാണ് ജീവിക്കുന്നത്. കുറച്ചു നേരം സാത്താന്റെ കൂടെ, കുറച്ചു നേരം യേശുവിൻ്റെ കൂടെ, പിന്നെയും കുറച്ചു നേരം സാത്താന്റെ കൂടെ, പിന്നെയും കുറച്ചു നേരം യേശുവിൻ്റെ കൂടെ. യേശുവിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ, ഇവിടെ നിൽക്കുമ്പോൾ ചിന്തിക്കും, ഞാൻ ഇനി യേശുവിൻ്റെ കൂടെ, ഇനി ഞാൻ മദ്യപിക്കില്ല, ഇനി ഞാൻ പുകവലിക്കില്ല, ഇനി ഞാൻ വൃത്തികേടിനൊന്നും പോകില്ല എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഈ ഹോള് വിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ അറിയാതെ ഇപ്പുറത്തെ വഞ്ചിയിലേക്ക് കാലെടുത്ത് വെച്ച് പോവുകയാണ്.
ഇരുവഞ്ചിയിൽ കാലെടുത്ത് വെച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇത്രയും പ്രായം കുറഞ്ഞ ഞാൻ പറയാതെ പ്രായമുള്ള എല്ലാവർക്കും അത് മനസ്സിലാകുമല്ലോ. ഇരുവഞ്ചിയിൽ കാലെടുത്ത് വെച്ചാൽ നമ്മുടെ ജീവിതം അത് നാശത്തിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഒരു തീരുമാനമെടുക്കുക, ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കും. എത്ര പേർ കൈകൾ ഉയർത്തിയിട്ട് അത് പറയും? ഹല്ലേലൂയ. ഇനി പിശാചിന്റെ കൂടെ എനിക്കൊരു ജീവിതമില്ല, പാപത്തിന്റെ വഴികളിൽ എനിക്കൊരു ജീവിതമില്ല, മദ്യപാനത്തിന്റെ വഴികളിൽ എനിക്കൊരു ജീവിതമില്ല, അക്രമത്തിന്റെ വഴികളിൽ എനിക്കൊരു ജീവിതമില്ല എന്ന് ഹൃദയത്തിൽ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും തന്നെ നിങ്ങൾക്ക് പ്രാപിക്കാനായി സാധിക്കും. അതുകൊണ്ട് യേശുവിനെ അകലം വിട്ട് നടക്കരുത്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ടൊന്ന് പറയൂ, യേശുവിനെ വിട്ടുപോകരുത്, മറിച്ച് യേശുവിന്റെ കയ്യിൽ പിടിച്ച് നടക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ചില കുട്ടികളൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോഴേ, റോട്ടിലൂടെയൊക്കെ കൊണ്ടുപോകുമ്പം ചില കുട്ടികൾ അവർ കൈ വിടുവിച്ചിട്ട് അവർക്ക് ഓടാൻ വലിയ ഇഷ്ടമാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സൈക്കിളുകാരൻ വരുമ്പോൾ അതിനെ വന്നൊന്ന് ഇടിക്കും. ചിലപ്പം സൈക്കിളുകാരൻ പറഞ്ഞു വീഴും, ഇവൻ രക്ഷപ്പെടും. ഓക്കെ, നമ്മുടെ ആ ടെൻഷനൊന്ന് ഓർത്ത് നോക്കിക്കേ. അമ്മമാരുടെ ആ ടെൻഷൻ, ആ നേരത്തെ ആ കുഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് സേഫാണ്, നമ്മുടെ മനസ്സിൽ യാതൊരു ടെൻഷനും ഉണ്ടാകില്ല. ഇതുപോലെ നമ്മുടെ ജീവിത യാത്രയിൽ യേശുവിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് നാം നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് നമ്മളെക്കുറിച്ചൊരു വലിയ സന്തോഷമുണ്ട്. നമുക്കൊരു അപകടവും ഒരിക്കലും സംഭവിക്കുകയില്ല. ചേർന്ന് ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലും. ചില ആളുകൾക്ക് യേശുവിനെ അങ്ങ് അനുഗമിക്കാനുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? അവരുടെ അകത്തുള്ള ഭയമാണ്. ഭയം. ഇപ്പോൾ പത്രോസിനെ നോക്കൂ. പത്രോസ് എന്തുകൊണ്ടാണ് യേശുവിനെ അകലം വിട്ട് അനുഗമിക്കുന്നത്? യേശുവിൻ്റെ കൂടെയാണ് ഞാൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ യേശുവിനെ ന്യായം വിധിക്കുന്നത് പോലെ, മരണത്തിന് വിധിച്ചിരിക്കുന്ന പോലെ എന്നെയും കുറ്റം വിധിക്കും. എന്നെയും ചിലപ്പോൾ ഇവർ കൊല്ലുമായിരിക്കും. പടയാളികൾ എന്നെയും പിടിച്ച് ക്രൂശിക്കുമായിരിക്കും. മരണത്തെ പത്രോസ് ഭയപ്പെടുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഒന്ന് പറയട്ടെ, മരണം വന്നോട്ടെ, പ്രശ്നം വന്നോട്ടെ, പ്രതികൂലങ്ങൾ വന്നോട്ടെ, പക്ഷെ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കാൻ ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളാണ് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ പത്രോസിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. 55-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, ഒരു വ്യക്തി യേശുവിൽ നിന്ന് അകന്നു പോയാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1, അകലം വിട്ട് നടക്കും. 2, അവർ നടുമുറ്റത്തിന് നടുവിൽ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസ് അവരുടെ കൂടെ ഇരുന്നു. ആരുടെ കൂടെ? തീ കത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു ഗ്യാങ്ങിൻ്റെ കൂടെ, പ്രാർത്ഥനയിലില്ലാത്ത മറ്റൊരു ഗ്യാങ്ങിൻ്റെ കൂടെ ഇപ്പോൾ ആരിയ്ക്കുകയാണ്? പത്രോസ് ഇരിക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ, യേശുവിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കണ്ടിട്ടുള്ളത്, ഇവർ സംഭവിക്കുന്നത് ദൈവിക കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകും, പ്രാർത്ഥനയുടെ കാര്യത്തിൽ നിന്ന് അകന്നു പോകും. പിന്നെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം, അതൊക്കെ ഒരു അനുഗ്രഹമൊക്കെ കിട്ടി, പക്ഷെ ഇപ്പം നേരമില്ല സിസ്റ്ററെ, ഇപ്പം അതൊന്നും കാണാൻ നേരമില്ല. ബ്ലെസ്സിങ് ഫെസ്റ്റിവലോ അതിനും വരാനായിട്ട് നേരമില്ല. പല ആളുകളും നേരമില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വില കുറയ്ക്കുകയാണ്. എന്നാൽ ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഈ ദിവസം നിങ്ങൾ ഫ്രീ ആക്കി ഇവിടെ ദൈവിക കാര്യത്തിന് വേണ്ടി ഇവിടെ ഇരിക്കുന്നു. ഇത്ര മണിക്കൂറുകൾ ഇരിക്കുന്നത് ദൈവം നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് സ്വർഗത്തിലെ രജിസ്ട്രിയിൽ ദൈവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറയാമോ, ദൈവത്തോട് നേരമില്ലെന്ന് ഒരിക്കലും പറയരുത്. പറഞ്ഞേ. ഒരിക്കലും ഒരു ബ്രദർ വന്നപ്പം അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട്. കഥയല്ല, അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നടന്നൊരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരു സഹോദരനുണ്ടായിരുന്നു. ആ സഹോദരൻ എപ്പോൾ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ അദ്ദേഹം പറയും, എനിക്ക് നേരമില്ല ബ്രദറെ, വരാൻ എനിക്ക് നേരമില്ല, എനിക്ക് പോകാൻ നേരമില്ല. അവസാനം ഒരു ദിവസം ഈ ബ്രദർ, പ്രാർത്ഥന നടത്തുന്ന ആള്, ഇദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ഈ കൂട്ടു സഹോദരന് കുറച്ച് നേരം കൊടുക്കണമേന്ന്. എന്താ സംഭവിച്ചെന്നറിയോ? ഒരു ദിവസം നോക്കിയപ്പം പ്രാർത്ഥനാ ഹാളിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇതാ ഈ മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. എന്തു പറ്റി ബ്രദറെ, ഇന്ന് നേരമുണ്ടോ? എന്താ പറ്റിയത്?
തനിക്ക് ജോലി തിരക്കൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജോലി പോയി, എനിക്കിനി നല്ല നേരമുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, നിങ്ങളുടെ കൂടെ എവിടെ വരാൻ എനിക്ക് നേരമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പൊന്ന് ദൈവമക്കളെ, അങ്ങനെ നമ്മൾ ഒരിക്കലും ആകരുത്. കർത്താവ് നമുക്ക് കാര്യങ്ങളൊക്കെ നൽകുമ്പോൾ നമുക്ക് തിരക്കുണ്ടായിരിക്കും. ആ തിരക്കിനിടയിൽ ദൈവത്തെ ഓർക്കുവാൻ, യേശുവിനെ ഓർക്കുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ, ബൈബിളിലെ വചനങ്ങൾ വായിക്കുവാൻ, ദൈവ ശുശ്രൂഷകൾ കേൾക്കുവാൻ, പ്രസംഗങ്ങൾ കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നാം സമയമെടുക്കണം. എത്ര പേരൊരു ഹല്ലേലൂയ പറയും? എത്ര നേരം ഇല്ലെങ്കിലും നമ്മുടെ ശരീരം ജീവിക്കാനുള്ള ഭക്ഷണം 3 നേരവും കഴിക്കാൻ നാം മറക്കാറില്ല. ഇതുപോലെ നമ്മുടെ ആത്മീക മനുഷ്യൻ ജീവിക്കാനുള്ള ജീവവായു ഭക്ഷണവും ദൈവത്തിൽ നിന്നാണ് നമുക്കുള്ളത്. അതിനുവേണ്ടി ദൈവത്തിന്റെ വചനം നാം കേൾക്കണം, ദൈവത്തിന്റെ പ്രാർത്ഥനകളിൽ നാം സംബന്ധിക്കണം. അങ്ങനെ മുന്നോട്ട് പോയാലേ ഒരു ആത്മീക മനുഷ്യന് വളർച്ച ഉണ്ടാകുകയുള്ളൂ. ഈ സമയത്ത് നിങ്ങൾ വിശ്വസിക്കുക, ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സർവ്വവ്യാപിയായ യേശു, ഈ കണ്ണുകൊണ്ട് നമ്മൾ യേശുവിനെ കാണുന്നില്ലെങ്കിലും അവൻ ഉണ്മയുള്ളവനായി നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവീകമായ രോഗസൗഖ്യങ്ങളിപ്പോൾ നടക്കാൻ തുടങ്ങട്ടെ. കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. കരളിനോട് ബന്ധപ്പെട്ട എന്തോ രോഗം നിമിത്തം മെഡിക്കൽ പാസ്സാകാതെ, ഏത് പുറത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുവാനുള്ള മെഡിക്കൽ പാസ്സാകാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വലിയ വിടുതൽ ഉണ്ടാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും സൗഖ്യമാകട്ടെ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങി ESR തുടങ്ങിയുള്ള സകലവും യേശുവിൻ്റെ നാമത്തിൽ നോർമൽ കണ്ടീഷനിലേക്ക് വരട്ടെ. കാൽമുട്ടിലുള്ള ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽമുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളിൽ സൗഖ്യം നടക്കുകയാണ്. ഇൻ ജീസസ് നെയിം വലിയ വിടുതലുകൾ ഓരോ വ്യക്തികളും കർത്താവ് നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയും. നട്ടെല്ല് സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ പിറക്കട്ടെ. സാമ്പത്തിക വിടുതലുകൾക്കായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. അതുപോലെ ഒരു കാതിൽ നിന്നും പഴുപ്പും വെള്ളവും പൊട്ടി ഒലിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഒരൊറ്റ നിമിഷം കൊണ്ട് സൗഖ്യമാക്കുന്നു. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ഹെർണിയ സൗഖ്യമാകട്ടെ. ഓവറിയിലുള്ള സിസ്റ്റുകൾ മാറിപ്പോകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും HIV പോസിറ്റീവായത് യേശുവിൻ്റെ നാമത്തിൽ നെഗറ്റീവായി മാറട്ടെ. കർത്താവ് ഓരോരുത്തരെയും തൊട്ടതിനാൽ നന്ദി പറയുന്ന ഈ സമയത്ത് നിങ്ങൾ നന്ദി കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് യേശുവിന് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. തുടർന്നും അത് ചെയ്തുകൊണ്ടിരിക്കുക. വലിയ വിടുതലുകൾ നിങ്ങളെ സ്വന്തമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഓരോരുത്തരെയും തൊട്ടതിനാൽ നന്ദി പറയുന്നു കർത്താവേ. ഇൻ ജീസസ് നെയിം ആമേൻ. നാളെ തോപ്പുംപടിയിൽ, എറണാകുളം ജില്ലയിലുള്ള തോപ്പുംപടിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. മറ്റന്നാൾ കൊല്ലത്താണ് നടക്കുന്നത്. ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് ദൂരെയാണെങ്കിൽ പോലും വന്നു ചേരുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കും, അനുഗ്രഹിക്കും. അതുപോലെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ, CDകൾ സ്വന്തമാക്കുക. അത് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ വാഹനങ്ങളിലൊക്കെ തുടർന്നും നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: പൗലോസ് തന്നോടൊപ്പം സുവിശേഷീകരണത്തിന് തിരഞ്ഞെടുത്തത് ആരെയാണ്? Whom did Paul take with him for the ministry? Options: A. Barnabas, B. Timothy, C. Silas, D. Marcos. നിങ്ങൾ
നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.